ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് jQuery addClass എന്ന മെത്തേഡിനെ കുറിച്ചാണ്. addClass എന്ന മെത്തേഡ് jQueryയിൽ ഉപയോഗിക്കുന്നത് സെലക്ട് ചെയ്ത എലമെൻറ്റിന് അതായത് ഒരു ടാഗിന് നമുക്ക് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഒരു ക്ലാസ് ചേർത്ത് കൊടുക്കാൻ, നമ്മൾ സെലക്ട് ചെയ്ത എലമെൻറ്റിന് ഒരു ക്ലാസ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് എന്തുപയോഗിക്കുന്നത്, addClass എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. ആൾറെഡി ഉള്ള ക്ലാസ് നെയിം ഒരിക്കലും നമുക്ക് അവിടുന്ന് റിമൂവ് ചെയ്യുന്നില്ല. നമ്മൾ ഈ addClass എന്നുള്ള മെത്തേഡിനെ കോൾ ചെയ്യുമ്പോൾ അവിടേക്ക് നമുക്ക് ആ എലമെൻറ്റിലേക്ക് പുതിയൊരു ക്ലാസ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഞാനൊരു ചെറിയൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഇവിടെ വന്ന് ദിസ് ഈസ് എ ഹെഡിങ് എന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് എ പാരഗ്രാഫ് എന്ന് കൊടുത്തൊരു പാരഗ്രാഫ് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നേരെ താഴെ ദിസ് ഈസ് അനദർ എ പാരഗ്രാഫ് എന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ നമ്മളൊരു ബട്ടണും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഞാനൊരു CSSൻ്റെ ഉള്ളിൽ ഞാൻ ജസ്റ്റ് .intro എന്നിട്ടതിന് ശേഷം ഫോണ്ട് സൈസ് 200% അതേപോലെ ഇതിൻ്റെ കളർ റെഡും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ jQuery വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ജസ്റ്റ് ഒരു കോഡും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, addClass എന്ന മെത്തേഡ് എങ്ങനെ jQueryയിൽ വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മളിവിടെ വന്ന് സ്ക്രിപ്റ്റ് എന്ന് എഴുതി. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്ന് jQuery സാധാരണ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ കൊടുക്കുന്ന രൂപത്തിൽ തന്നെ നമ്മളിവിടെ വന്ന് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഡോക്യുമെൻറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്ന് .ready, അതിനുശേഷം ഇവിടെ വന്ന് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഫംഗ്ഷൻ എന്ന് ചേർത്ത് കൊടുത്തു. ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ രൂപത്തിലൊരു ബ്രാക്കറ്റ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ്, അതായത് നമ്മളിവിടെ കൊടുത്ത ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അതിന് ക്ലാസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ഒരു $സൈൻ ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ബട്ടൻ്റെ പേരെന്താണോ അത് നമ്മൾ ആ ബട്ടൺ എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അതിന് ക്ലാസ് ഒന്നുമല്ല, ജസ്റ്റ് ആ ടാഗ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ ബട്ടൺ എന്ന് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ക്ലിക്ക്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇത് ഫംഗ്ഷന് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്തു, ഫംഗ്ഷൻ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ ആദ്യം തന്നെ നമുക്ക് ഈ ഒന്നാമത്തെ പാരഗ്രാഫിനാണ് നമുക്ക് CSS ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഇൻട്രോ എന്നുള്ള ക്ലാസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ഒരു $സൈൻ ഇട്ടു. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം തന്നെ P എന്ന് ചേർത്ത് കൊടുത്തു. P എന്ന് പറയുന്നത് പാരഗ്രാഫ് ടാഗ്. എന്നിട്ട് അതിലെ ഫസ്റ്റ് ടാഗിനാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ജസ്റ്റ് ഒരു ഇട്ടു. അതിനുശേഷം ഇതിന് നമ്മൾ addClass എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിതിലേക്ക് ഏത് ക്ലാസ് ആണോ അല്ലെങ്കിൽ ക്ലാസ്സിന് എന്താണോ പേര് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇൻട്രോ എന്നൊരു പേര് ഇതിന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇനി ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഇൻട്രോ എന്നുള്ള CSS ആയിരിക്കും ഈ ഒന്നാമത്തെ പാരഗ്രാഫിന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഞാൻ ലൈവ് സെർവർ വെച്ച് നിന്ന് റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വരുവോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സ്ക്രീനിൽ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആ കൊടുത്ത ഹെഡിങ് ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ ദിസ് ഈസ് എ പാരഗ്രാഫ് എന്നും ദിസ് ഈസ് അനദർ പാരഗ്രാഫ് എന്നും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നാമത്തെ ആ പാരഗ്രാഫിന് നമ്മൾ എന്തൊക്കെയാണോ ആ CSS ആഡ് ചെയ്തത് അത് നമുക്കിതിലേക്ക് ആഡായി ചേർന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊരു സ്പെസിഫിക് ആയിട്ടൊരു ടാഗിന് നമുക്ക് വേണ്ട CSS അല്ലെങ്കിൽ അതിനൊരു ക്ലാസ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് jQueryയിൽ addClass എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് jQuery hasClass എന്ന മെത്തേഡിനെ കുറിച്ചാണ്. ഒരു ക്ലാസ്സിന് കൊടുത്ത നെയിം, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ക്ലാസ് നെയിം ഒരു ടാഗിന് കൊടുക്കുമ്പോൾ ആ ക്ലാസ് നെയിം ആ ടാഗിന് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ hasClass എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. ആൾറെഡി ആ ക്ലാസ്സിന് ആ ടാഗ് ഉണ്ടെങ്കിൽ നമുക്ക് ട്രൂ എന്നും ഇല്ലെങ്കിൽ നമുക്ക് ഫാൾസ് എന്നുമാണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ രണ്ടാമത്തെ എക്സാമ്പിൾ ഇവിടുന്ന് ഓപ്പൺ ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഒരു
നേരത്തെ ചെയ്ത അതേ പ്രോഗ്രാം തന്നെയാണ്. ഇവിടെ വന്ന് ലുക്കിയറായ ഹെഡിങ്, അതേപോലെ തന്നെ താഴെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് ഇൻട്രോ, അതിൻ്റെ ക്ലാസ് നെയിം ഇൻട്രോ എന്നാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ ചേർത്തിട്ടുള്ളത് ദിസ് ഈസ് എ പാരഗ്രാഫ്. ഈ ഇൻട്രോ എന്നുള്ള പാരഗ്രാഫിന് ഫോണ്ട് സൈസ് എത്ര വേണമെന്നും കളർ ഏതാണോ വേണ്ടത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നേരെ താഴെ മറ്റൊരു പാരഗ്രാഫും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബട്ടണും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്താണ് ഇവിടെ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ടാഗിന്, അതായത് ഈ എലമെൻറ്റിന് ഇൻട്രോ എന്നുള്ളൊരു ക്ലാസ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ jQueryയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മളിവിടെ വന്ന് ഒരു സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇത് ഞാൻ HTML-ലേക്ക് മാറ്റുന്നുണ്ട്. ഇവിടെ വന്ന് നമ്മൾ സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഡോക്യുമെൻറ്റ്, സാധാരണ നമ്മൾ jQuery എഴുതുമ്പോൾ എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ഇവിടെ ചേർത്ത് വിടുക, റെഡി. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഫംഗ്ഷൻ, അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇനി ഇതിന് നമ്മൾ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് വേണ്ടത്. അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, എന്നിട്ട് ആ ബട്ടണിൻ്റെ പേര് നമ്മളിവിടെ ചേർത്തു, ബട്ടൺ എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഡോട്ട്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് വാല്യൂ വരേണ്ടത്. അപ്പോൾ ക്ലിക്ക് എന്നും ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഒരു ഫംഗ്ഷനും കൂടി ഇട്ട് കൊടുത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇനി ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഏത് ടാഗാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് ആ ക്ലാസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു അലേർട്ടിലായിട്ട് നമുക്കത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ വന്ന് അലേർട്ട് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഏതിനാണോ നമ്മൾ ക്ലാസ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ വന്ന് ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമുക്ക് ഏതിൻ്റെയാണോ ക്ലാസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ആ എലമെൻറ്റിൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഡോട്ട്, ഇതിന് ശേഷം ഇത് കഴിഞ്ഞതിന് ശേഷം ഡോട്ട് hasClass എന്ന മെത്തേഡ് ഉപയോഗിച്ചു. hasClass, അതിനുശേഷം ഏത് ക്ലാസ്സാണോ നമ്മൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇതിന് നമ്മൾ ഇൻട്രോ എന്നുള്ളൊരു ക്ലാസ് ഉണ്ടോ എന്നാണ് നമ്മളിത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിക്കാം. ഇത്രയും കോഡ് ചെയ്തതിന് ശേഷം ഞാനിതൊന്ന് ലൈവ് സെർവർ വെച്ചിട്ടൊന്ന് റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് റൺ ചെയ്യിക്കുമ്പോൾ നമുക്കിവിടെ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണോ ഈ ഭാഗത്ത് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതെല്ലാം ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുവാണ്, ജസ്റ്റ് ഇതിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ആൻസർ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു $, ഒരു $, ഇട്ട് കൊടുക്കണം. അത് നമ്മൾ മറന്നിട്ടുണ്ട്. കാരണം ഈ P എന്നുള്ള ടാഗിൻ്റെ hasClass ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്ന് ഏത് എലമെൻറ്റിൻ്റെ ക്ലാസ് നമ്മൾ കാൾ ചെയ്യുമ്പോഴും അതിൻ്റെ മുമ്പ് jQueryയിലൊരു $, ഇട്ട് കൊടുക്കണം. അത് നമ്മൾ മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഒന്നുകൂടി എഡിറ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ വന്ന് ഒന്നുകൂടി റീലോഡ് ചെയ്തു. എന്നിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ വന്ന് ട്രൂ എന്നാണ് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. കാരണം ഇതിന് ഈ P എന്നുള്ള ക്ലാസ്സിന് നമ്മൾ ഇൻട്രോ എന്നുള്ളൊരു ക്ലാസ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഇൻട്രോ എന്നുള്ളതിന് പകരം ഞാൻ വേറെ ഏതെങ്കിലുമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഇത് റൺ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഔട്ട്പുട്ടായിട്ട് വരുന്നത് ജസ്റ്റ് ഇവിടെ വന്ന് ഫാൾസ് എന്നായിരിക്കും. കാരണം അതിന് പ്രത്യേകിച്ച് നമ്മൾ, അതായത് ഇവിടെ മെൻഷൻ ചെയ്ത ആ ക്ലാസ് ഇതിന് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇവിടെ നമ്മൾ അതിൽ ഇൻട്രോ എന്നാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ hasClass ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തത് ടെസ്റ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ വന്ന് ജസ്റ്റ് അത് ഇല്ല എന്നുള്ളൊരു ഇതിലേക്ക് ഫാൾസ് ആണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, ആഡ് ക്ലാസ് എങ്ങനെ ആഡ് ചെയ്യുന്നതെന്നും അതേപോലെ ഒരു എലമെൻറ്റിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതും നമ്മൾ നോക്കി. ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ ആൻസർ ട്രൂ എന്നും, ഇല്ലെങ്കിൽ നമുക്കതിൻ്റെ ആൻസർ ഫാൾസ് എന്നുമായിരിക്കും ഡിസ്പ്ലേ ചെയ്ത് വരിക. ഇനി അടുത്തതായി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ടോഗിൾ ക്ലാസ് ആണ്. ടോഗിൾ ക്ലാസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഒരു എലമെൻറ്റിന് ക്ലാസ് ആഡ് ചെയ്യും, അതുപോലെ തന്നെ അതിൻ്റെ ആ ക്ലാസ് അതുപോലെ തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയുമാണ് എന്ത് ഉപയോഗിക്കുന്നത്, ടോഗിൾ ക്ലാസ് എന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ളൊരു എലമെൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിന് ആ ക്ലാസ് ആഡ് ചെയ്യും, അതിൽ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഒഴിവാകുകയും ചെയ്യും. രണ്ടും ഒരേ സമയം, അതായത് ആദ്യം ഒന്ന്, അത് കഴിഞ്ഞതിന് ശേഷം അടുത്തത്, പിന്നെ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് വരിക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ടോഗിൾ മാറി മാറി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ടോഗിൾ ക്ലാസ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു എലമെൻറ്റിന് ക്ലാസ് ചേർത്ത് കൊടുക്കുകയും അതേപോലെ തന്നെ ആ ക്ലാസ് ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ടോഗിൾ ക്ലാസ് എന്ന എലമെൻറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് വർക്ക് ചെയ്യുന്നത്, എങ്ങനെ jQueryയിൽ ആ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. ആദ്യം ഒരു ബട്ടൺ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്.
അതേപോലെ തന്നെ ഇവിടെ ഒരു പാരഗ്രാഫ് ടാഗ്, അതിൻ്റെ താഴെ വേറൊരു പാരഗ്രാഫ് ടാഗ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ വന്ന് എങ്ങനെ അത് വർക്ക് ചെയ്യണം എന്നുള്ളത് നമുക്കിവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അതായത് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനെന്ത് ചെയ്യുന്നത്, ക്ലാസ് എഫക്റ്റ്, ടോഗിൾ ക്ലാസ് എഫക്റ്റ് ആഡ് ചെയ്യുന്നതും അതേപോലെ തന്നെ ഒഴിവാക്കുന്നതും. അതേപോലെ നമ്മളിവിടെ CSSൻ്റെ ഉള്ളിൽ നമ്മൾ മെയിൻ എന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മെയിൻ എന്നുള്ള ക്ലാസ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ എലമെൻറ്റിന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യുന്നെന്നും അതെങ്ങനെ നമുക്ക് ചെയ്യാമെന്നും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഇവിടെ വന്ന് സ്ക്രിപ്റ്റ് എന്ന് എഴുതി, ഓക്കെ, സ്ക്രിപ്റ്റ് എന്ന് എഴുതി. അതിനുശേഷം നമ്മളിവിടെ വന്ന് jQuery നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ചേർത്ത് കൊടുക്കുന്ന ആ മെത്തേഡ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം ഡോക്യുമെൻറ്റ്, അതിനുശേഷം ഇവിടെ വന്ന് റെഡി ഫങ്ഷൻ, അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ആൻസർ വരേണ്ടത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു, $സൈൻ ഇട്ടു. എന്നിട്ട് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ആ ബട്ടൺ എന്ന് ചേർത്ത് കൊടുത്തു. ഡോട്ട് ക്ലിക്ക്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ നമ്മളിവിടെ വന്ന് ജസ്റ്റ് ക്ലിക്ക് എന്നും ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഫങ്ഷന് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനി എന്ത് ചെയ്യണം, P എന്ന എലമെൻറ്റിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ മെയിൻ എന്നുള്ള ക്ലാസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് ജസ്റ്റ് P എന്ന് ചേർത്ത് കൊടുത്തു. ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ P എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഡോട്ട് ടോഗിൾ ക്ലാസ്, അതിന് നമുക്ക് എന്ത് ചെയ്യണം, ക്ലാസ് ആഡ് ചെയ്യുകയും വേണം അതേപോലെ തന്നെ ഒഴിവാക്കുകയും വേണം. അപ്പോൾ നമ്മളിവിടെ വന്ന് ടോഗിൾ ക്ലാസ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഏത് ക്ലാസ് ആണോ അതിനെ ആഡ് ചെയ്യേണ്ടത് ആ ക്ലാസ്സിൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. മെയിൻ എന്ന ക്ലാസ് നെയിമാണ് ഈ P എന്നുള്ള എലമെൻറ്റിന് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് മെയിൻ എന്ന് ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത രൂപത്തിൽ തന്നെ ലൈവ് സെർവർ വെച്ച് നമുക്കൊന്ന് റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ നേരത്തെ ചെയ്ത പ്രോഗ്രാം ഞാനിവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഗോ ലൈവിൽ ക്ലിക്ക് ചെയ്ത് നമുക്കത് റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാണ്, ഇത്രയും ഭാഗം, അതായത് ഈ P എന്നുള്ള ടാഗുകൾക്കൊക്കെ നമ്മൾ ഇവിടെ കൊടുത്ത CSS എന്താണോ അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വീണ്ടും ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലാസ് ഒഴിവാകുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനൊക്കെ ആ ക്ലാസ് ആഡ് ആവുകയും ചെയ്യും. ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കത് ഒഴിവാകുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 3 മെത്തേഡാണ് പഠിച്ചത്. ഒന്നാമത്തേത് എങ്ങനെ ആഡ് ക്ലാസ്, ഒരു ക്ലാസ് ഒരു എലമെൻറ്റിനെ ആഡ് ചെയ്യാമെന്നും, പിന്നെ രണ്ടാമത് hasClass എന്നത് നമ്മൾ കൊടുത്ത എലമെൻറ്റിന് ആ ക്ലാസ് സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതും, അതേപോലെ തന്നെ നമ്മൾ മൂന്നാമത് പഠിച്ച ടോഗിൾ ക്ലാസ്, അതായത് ഒരു എലമെൻറ്റിന് ക്ലാസ് ആഡ് ചെയ്യുകയും അതേപോലെ തന്നെ അതേ രൂപത്തിൽ തന്നെ അത് റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടോഗിൾ ക്ലാസ് എന്ന മെത്തേഡുമാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ഈ 3 മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.